അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് രാവിലെ കടന്നു വരുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ അല്പസമയം വചനം പഠിക്കുവാനും ദൈവം തന്ന ഭാഗ്യ സമയത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം കരേറ്റാം. നമ്മൾ ഗലാത്യ ലേഖനത്തിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ സ്ലൈഡ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നല്ലേ? നിങ്ങൾക്ക് രണ്ട് TV രണ്ടും അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. താഴെ TV ഉണ്ട്, ഒന്നുകൂടെ ക്ലിയറായിട്ട് കാണാൻ പറ്റും. അവിടെയുണ്ട്, ഇവിടെയുണ്ട്. സ്ക്രീനകത്തും ഉണ്ട്. പക്ഷേ ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാമോ? ബാക്കിലത്തെ ലൈറ്റ്. എത്ര പേര് സന്തോഷമായിട്ടായിരിക്കുന്നു? അമ്മേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ തുടങ്ങി വെച്ച വേദപഠന ഭാഗം ഗലാത്യ ലേഖനത്തെക്കുറിച്ചാണ്. ഗലാത്യ ലേഖനം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെറിയൊരു ഇൻട്രഡക്ഷൻ പോലെ പറഞ്ഞു പോയി. എന്നാൽ വീണ്ടും അല്പസമയം കഴിഞ്ഞ ആഴ്ച ഇല്ലാത്തവർക്കും ഈ ആഴ്ച ആദ്യമായിട്ട് കേൾക്കുന്നവർക്കും ഒരിക്കൽ കൂടെ ഒന്ന് അയവിറക്കുവാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില കാര്യങ്ങളിലേക്കൊന്ന് കടന്നു പോകുന്നു. പൗലോസാണ് ഇതിൻ്റെ മുഖ്യ എഴുത്തുകാരൻ. ഈ വേദഭാഗം അല്ലെങ്കിൽ ഈ ഗലാത്യ ലേഖനമെന്ന് പറയുന്നത് ഒരു സഭയ്ക്ക് വേണ്ടിയുള്ളതല്ല. പൗലോസ് 13 ലേഖനങ്ങൾ എഴുതുമ്പോൾ ഗലാത്യ സഭകൾക്ക് എഴുതുന്ന ഒരു ലേഖനമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. നമ്മൾ ഈ വേദഭാഗം പഠിച്ചു വരുമ്പോൾ റോമാലേഖനവും അതുപോലെ തന്നെ ഗലാത്യ ലേഖനവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വിശ്വാസത്തെക്കുറിച്ചുള്ള ആഴമായിട്ടുള്ള കാര്യങ്ങളാണ്, വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ചാണ് നമ്മൾ ഈ 2 അധ്യായങ്ങൾക്കകത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി എന്നാണ് പൗലോസ് ഗലാത്യ ലേഖനത്തിനകത്തൂടെ നമ്മളെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവിക മർമ്മം. നമ്മൾ ഗലാത്യ സഭകളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചപ്പോൾ ഏഷ്യ മൈനറിലെ ഒരു പ്രദേശമായിരുന്നു. ഒന്നിലധികം സഭകൾ ഉള്ള ഗലാത്യ സഭകൾ പൗലോസ് എഴുതുമ്പോൾ പൗലോസ് അവിടെ ഏകദേശം 4 സഭകളോളം സ്ഥാപിച്ചതായിട്ട് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മോശയിക നിയമത്തിൻ്റെ പ്രവൃത്തികളാലല്ല, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിനും ആത്മാവിൻ്റെ ഫലത്തിനും ആത്മീക സമത്വത്തിനും ഊന്നൽ നൽകുന്ന ഒരു വേദഭാഗമാണ് ഗലാത്യ ലേഖനം. ഞാനിവിടെ ഒരു ചെറിയൊരു പിക്ചർ ഞാൻ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അതൊരു കൂട്ടിനകത്ത് അടയ്ക്കപ്പെട്ട കിളി ആ കൂട്ടിൽ നിന്നും സ്വതന്ത്രമാകുന്നത് പോലെ ഒരു അടയ്ക്കപ്പെട്ട കൂട്ടിൽ നിന്നും സ്വതന്ത്ര ലോകത്തേക്ക് പറന്നു പോകുന്ന ഒരു പക്ഷിയുടെ പടമാണ് ഞാനവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നാമും പണ്ട് പിശാചിൻ്റെ അടിമ നുഖത്തിനകത്ത് കിടന്ന നമ്മെ ഓരോരുത്തരെയും ക്രിസ്തു വന്ന് സ്വതന്ത്രരാക്കി. നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് അനേക വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം പൗലോസിനെ ദൈവം തിരഞ്ഞെടുത്ത് തൻ്റെ വേലയ്ക്ക് ആക്കിയ സമയം മുതലുള്ള പൗലോസിൻ്റെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ ആഴങ്ങൾ തൻ്റെ ജനത്തോട് പറഞ്ഞു കൊടുക്കുന്ന അനേക ലേഖനങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. നമ്മൾ പുതിയ നിയമത്തിനകത്ത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും ജീവിതത്തിലെ അത്ഭുതങ്ങളും അവൻ്റെ ഈ ഇഹലോകവാസവും എല്ലാം, അല്ലെങ്കിൽ അവൻ്റെ മരണം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, ഇതെല്ലാം നമ്മൾ സുവിശേഷങ്ങൾക്കകത്ത് പഠിക്കുമ്പോൾ അത് വളരെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട്. നമുക്ക് പല കഥകളും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ യേശു കർത്താവ് കാണിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാറുണ്ട്. അതിനകത്ത് ഉപമകൾ നമ്മൾ പഠിക്കാറുണ്ട്, അല്ലേ? എന്നാൽ ലേഖനങ്ങൾക്കകത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പലപ്പോഴും അനേകർക്കും അത് മനസ്സിലാകാറില്ല. കാരണം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പൗലോസിൻ്റെ ലേഖനങ്ങളെല്ലാം കത്തുകളാണ്, ഓരോ സഭകൾക്ക് താൻ കൊടുത്തുവിടുന്ന എഴുത്തുകളാണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കത്തുകൾക്ക് നമുക്ക് എഴുതുന്ന വ്യക്തി എന്താ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിനപ്പുറത്ത് എന്താ നടന്നതെന്ന് ഒരിക്കലും നമുക്കറിയത്തില്ല. നമുക്കിന്ന് നമ്മളിപ്പോൾ നടന്ന് ചർച്ചിലോട്ട് വരുമ്പോൾ, ഉദാഹരണത്തിന് ജോസ്റ്റാൻ ഇവിടെ നിന്ന് ഒരാളോട് ഫോണിൽ സംസാരിക്കുക, നമുക്കെന്തുവാ കേൾക്കാൻ പറ്റുന്നത്? ജോസ്റ്റാൻ സംസാരിക്കുന്ന വാക്കുകൾ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പുറത്തുള്ള വ്യക്തി എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. പക്ഷേ ജോസ്റ്റാൻ പറയുന്നത് കേൾക്കുമ്പോൾ അതിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്കൊരു പക്ഷേ ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. കാരണം അദ്ദേഹത്തിൻ്റെ സംസാര ഭാഷ നമ്മളെ പലപ്പോഴും പല കാര്യങ്ങളിലേക്ക് ആഴമായിട്ട് കൊണ്ടുപോകും, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ പൗലോസ് കത്തെഴുതുമ്പോൾ അതിനപ്പുറത്ത് നടന്ന സംഭവങ്ങൾ നമ്മൾ പലപ്പോഴും ഒന്നും കൂടെ ആഴത്തിലിറങ്ങിപ്പോയി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഏഷ്യ മൈനറിൽ, ഇന്നത്തെ തുർക്കി എന്നറിയപ്പെടുന്ന സ്ഥലമാണ്, ആ സ്ഥലത്താണ്, അവിടുത്തെ പ്രവിശ്യയിലാണ് എന്തായിരിക്കുന്നത്? ഗലാത്യ സഭയായിരിക്കുന്നത്, അല്ലെങ്കിൽ ഗലാത്യ സഭകളായിരിക്കുന്നത്.
അപ്പോൾ പൗലോസിൻ്റെ ആദ്യകാല കത്തുകളിലെ അല്ലെങ്കിൽ തൻ്റെ തുടക്കത്തിലെ കത്തായിരുന്നു ഗലാത്യർക്കുള്ള ആ ലേഖനം. അപ്പോൾ സാധാരണ പൗലോസ് മറ്റുള്ള ലേഖനങ്ങൾക്കകത്ത് എഴുതുമ്പോൾ അദ്ദേഹം വളരെ ആഴമായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് തുടക്കം അവരെ അഭിസംബോധന ചെയ്ത് ആ സഭയോടുള്ള വന്ദനമൊക്കെ അറിയിച്ച് പൗലോസ് എഴുതാറുണ്ട്. എന്നാൽ ഗലാത്യ സഭയിലേക്ക് എഴുത്തുകൾ കൊടുത്തു വിടുമ്പോൾ താൻ അവിടെ ചെയ്യുന്നത് വളരെ കർക്കശ മനോഭാവത്തോടെ വളരെ സീരിയസ് ആയിട്ട് ഉള്ള ഒരു എഴുത്താട്ടം ഇവിടെ തുടങ്ങുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ 1-ാമത്തെ അധ്യായം 1-ാം വാക്യം വായിച്ചു. ഒന്നും കൂടെ ഞാൻ എൻ്റെ ബാക്ക് ഹിസ്റ്ററിയിലോട്ടൊന്ന് കടന്നു പോവുക. അപ്പം പ്രധാന സന്ദേശം എന്ന് പറയുന്നത് രക്ഷ എന്നത് യഹൂദ നിയമങ്ങൾക്കനുസരിച്ചുള്ളതല്ല. യഹൂദൻ്റെ നിയമം എന്തുവാ? പരിച്ഛേദന, ആചാരങ്ങൾ, നിയമങ്ങൾ, ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എന്നാൽ പൗലോസ് അതിനെല്ലാം മാറ്റിയിട്ട് പറയുക, രക്ഷ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും സ്വായത്തമാക്കുവാൻ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ദൈവത്തിൻ്റെ കൃപയിൽ കൂടെ വന്നതാണ്. നമുക്കറിയാം യഹൂദ ജനത്തിൻ്റെ ഒരു പ്രത്യേകത, അവർക്ക് അബ്രഹാം പിതാവായിട്ടുണ്ടെന്ന് പറയുവാൻ അവർ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്ന വ്യക്തികളായിരുന്നു, അല്ലേ? അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ ഇപ്പോൾ റോമാലേഖനത്തിനകത്ത് പറയുമ്പോഴും അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ നീതീകരണത്തെക്കുറിച്ച് നമ്മളവിടെ കാണുന്നുണ്ട്, അല്ലേ? അപ്പോൾ പുതിയ നിയമത്തിൽ നിന്ന് നമ്മൾ പൗലോസ് നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അബ്രഹാമിൻ്റെ സന്തതികൾ എന്ന് പറയുന്നവരെ കുറിച്ച് വ്യക്തമായിട്ട് എടുത്തു പറയുന്നു. ഒരിക്കൽ യോഹന്നാൻ്റെ സുവിശേഷത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് അവർ യേശുവിനോട് പറയുന്നുണ്ട്, ഞങ്ങൾ സാക്ഷാൽ അബ്രഹാമിൻ്റെ മക്കളാ, അല്ലേ? അപ്പോൾ അബ്രഹാമിൻ്റെ മക്കളെന്ന് പറയുവാൻ അവർ അത്രമാത്രം ഹൃദയത്തിനകത്ത് വെമ്പൽ കൊണ്ടവരാ. കാരണം അവരുടെ പിതാവായ അബ്രഹാമിനോടുള്ള വാഗ്ദത്തങ്ങളാണ് യഹൂദ ജനത്തോടുള്ള ദൈവത്തിൻ്റെ ഹല്ലേലൂയ വാഗ്ദത്തങ്ങളായിട്ട് കാണുന്നത്. അപ്പോൾ അബ്രഹാമിൻ്റെ ഉടമ്പടിയിൽ കൂടെ, മോശയുടെ ഉടമ്പടിയിൽ കൂടെ ഈ ലോകത്തെ ഇസ്രായേൽ ജനം ജീവിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി എരിവോടെ നിന്ന ഇതേ യഹൂദ മതത്തിൽ എരിവോട് നിന്ന പൗലോസ് ഒരിക്കൽ ക്രിസ്തുവിൻ്റെ പിടിയിൽപ്പെട്ടപ്പോൾ അവൻ്റെ ജീവിതം മാറുകയാണ്. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ എഴുത്തുകാരൻ ആരാ? പൗലോസ്, അല്ലേ? അപ്പോൾ പൗലോസ് ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ചിട്ട് കർത്താവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന അവൻ്റെ യഹൂദ മര്യാദകളും യഹൂദ ജീവിത രീതികളുമെല്ലാം നിമിഷ നേരം കൊണ്ട് മാറുകയാണ്. പകരം അവനൊരു പുതിയ ദർശനം കിട്ടുകയാണ്. കാരണം ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടപ്പോൾ അവന് മനസ്സിലായി, നീതീകരിക്കുന്നത് ഒരു മനുഷ്യനല്ല, ദൈവത്തിന് മാത്രമേ നീതീകരിക്കാൻ പറ്റത്തുള്ളൂ. എത്ര പേർ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു? ഹല്ലേലൂയ. ഞാൻ വളരെ വേഗം മുമ്പോട്ട് പോവുകയാണ്. ഞാൻ ചില സ്ലൈഡുകൾ നിങ്ങൾക്കൊന്ന് ഓർമ്മയിലിരിക്കുവാൻ വേണ്ടി മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. നമ്മൾ ഇവിടെ കാണുന്ന കാര്യം, പൗലോസ് AD 46-നും 48-നും ഇടയ്ക്കാണ് പൗലോസിൻ്റെ ആദ്യത്തെ മിഷണറി യാത്ര. ആമേൻ. അപ്പോൾ പൗലോസ് ആദ്യമായിട്ട് മിഷണറി യാത്ര ചെയ്യുമ്പോൾ ഇത് നമുക്കിവിടെ കാണാം. യെരൂശലേം ഇവിടെ നിന്ന് വരുമ്പോൾ നേരെ മുകൾ ഭാഗത്ത് അന്ത്യോക്യ കാണാം, അല്ലേ? അന്ത്യോക്യ കഴിഞ്ഞിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട് പൗലോസ് കടന്നുപോയ ഗലാത്യ സഭകളുള്ള സ്ഥലങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് കടലിനോട് ചേർന്ന് കിടക്കുന്ന തുറമുഖ പട്ടണമാണ്. ഈ പട്ടണങ്ങളിൽ നിന്ന് കപ്പൽ വഴിയാണ് ഇവർ എന്ത് ചെയ്തിരുന്നത്? യാത്ര ചെയ്തിരുന്നത്. പൗലോസിൻ്റെ 1-ാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് യെരൂശലേമിൽ നിന്ന് തുടങ്ങി അന്ത്യോക്യയിൽ നിന്നാണ് തൻ്റെ യാത്ര തുടങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. താൻ യാത്ര ചെയ്യുമ്പോൾ തൻ്റെ യാത്ര സൈപ്രസ് വഴി വന്ന് ഇങ്ങനെ പെർഗ വഴി വന്ന് അങ്ങനെ ഗലാത്യ സഭകളിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, റോമൻ ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവരുടെ സൈന്യത്തിനകത്ത് പല ആൾക്കാരുമുണ്ട്. ഇത്താലിക്ക, നമ്മൾക്ക് അറിയാം, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിനകത്ത് നാം കടന്നു വരുമ്പോൾ കൈസരിയയിലെ ഇത്താലിക്ക എന്ന് പറഞ്ഞ പട്ടാള ഗ്രൂപ്പ്, അല്ലേ? അവിടെയുള്ള ഒരു ശതാധിപൻ അല്ലെങ്കിൽ ആ മനുഷ്യൻ പത്രോസിനെ വിളിച്ചിട്ട് താൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദർശനത്തെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം. ആരെങ്കിലും ഒരാൾ മൈക്കുണ്ടെങ്കിൽ ശബ്ദമുയർത്തി ഒന്ന് വായിച്ചാൽ. Acts of Apostles chapter 10 verse 1. കൈസരിയിൽ ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർന്നല്യൂസ് എന്ന പേരുള്ള ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും
തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. മതി, ഒരു നിമിഷം. നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു വേദഭാഗമാണ്. അപ്പോൾ ഇവിടെ കൈസരിയ എന്ന് പറഞ്ഞ പട്ടണത്തിൽ ഇത്താലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു പട്ടാളക്കാരുടെ ഒരു ഗ്രൂപ്പായിട്ടാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഈ റോമൻ സാമ്രാജ്യത്തിനകത്ത് ഉണ്ടായിരുന്ന ഇത്താലിക്ക ഈ പട്ടാളക്കാരുടെ ഗ്രൂപ്പിൻ്റെ ശതാധിപനായ അല്ലേ കൊർന്നല്യോസ് എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം ഒരു ദർശനം കാണുകയാണ്. എന്തുവാ പറയുന്നത്? നീ വായിച്ചോ. അവൻ ഭക്തനും തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി. ഒരു നിമിഷം ഒന്ന് പോസ്റ്റ് ചെയ്തേ. നമ്മൾ ശ്രദ്ധിക്കണം, ഇവനൊരു യഹൂദനായിരുന്നില്ല, ഇവനൊരു ജാതീകനായിരുന്നു. ജാതീകനായ ഒരു വ്യക്തിയെക്കുറിച്ച് അവിടെ പറയുമ്പോൾ അവൻ ദൈവത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി അവനും അവൻ്റെ കുടുംബവും എന്ത് ചെയ്യുകയാണ്? പ്രാർത്ഥിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഒന്ന് ഓർത്തു നോക്കിക്കേ, ആ സമയത്ത് പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് എന്തുവാ പറയുന്നത്? വായിച്ചേ. അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. മതി, ഇനി നമുക്ക് വളരെ വേഗം. ഇനി പത്രോസിനെ കുറിച്ച് അതിൻ്റെ താഴോട്ട് എഴുതിയിട്ടുണ്ട്. പത്രോസിനും ഇതുപോലെ തന്നെ ഒരു ആത്മവിവശത അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിൽ ദൈവം പറയുകയാണ്, പത്രോസിന് ചില മൃഗങ്ങളെ, അശുദ്ധമായ ചില ഭക്ഷണ പദാർത്ഥങ്ങളെ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ മൃഗങ്ങളെ കാണിച്ചുകൊണ്ട് പത്രോസിനോട് പറയുക, നീ എഴുന്നേറ്റ് അറുത്ത് തിന്നുക. ഉടനെ പത്രോസ് എന്താ പറയുന്നത്? ഇല്ല കർത്താവേ, മലിനമായതൊന്നും ഞാൻ ഭക്ഷിക്കുകയില്ല. അപ്പോൾ അന്നേരം പറയുന്നു, ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് പറയരുത്. കാരണം ആ ദർശനവും അതുപോലെ തന്നെ അപ്പുറത്ത് ജാതീകനായ ഒരു വ്യക്തി കണ്ട ദർശനവും തമ്മിൽ വളരെ കണക്റ്റഡാണ്. പത്രോസിനോട് എന്നിട്ട് ദൈവത്തിൻ്റെ ദൂതൻ വ്യക്തമായി പറയുന്നുണ്ട്, നീ എഴുന്നേറ്റ് എന്ത് ചെയ്യണം? എങ്ങോട്ട് പോകണം? അന്ത്യോക്യയിലോട്ട് പോകണം. അപ്പം നമുക്കറിയാം, വചനത്തിനകത്ത് പറയുന്നു, അന്ത്യോക്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് ആദ്യമായി ക്രിസ്ത്യാനികളെന്ന് യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് വന്നത്. കാരണം അവിടെ പോയി പത്രോസ് എന്ത് ചെയ്തു? ശതാധിപൻ്റെ അല്ലെങ്കിൽ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ ചെന്ന് കൊർന്നല്യോസ് കണ്ട ദർശനവും കേട്ടിട്ട് പത്രോസ് കണ്ട ദർശനവുമായിട്ട് താരതമ്യം ചെയ്തിട്ട് അവസാനം പത്രോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ നോക്കണം, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്തു പറ്റി? അവിടെ പരിശുദ്ധാത്മാവ് അവരുടെ ഓരോരുത്തരുടെ മേലും ഇറങ്ങി വന്നു. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കണം, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് യഹൂദൻ്റെ രക്ഷയിൽ കൂടെ മാത്രം വെളിപ്പെടുന്ന ഒരു കാര്യമല്ല, അത് ജാതികൾക്കും കൂടെ ഉള്ളതാണെന്ന് ദൈവം അവിടെ നമ്മെ വെളിപ്പെടുത്തുകയാണ്. ഞാനിത് പറഞ്ഞു വന്നതിൻ്റെ കാര്യം, ആദ്യം സഭകൾ സ്ഥാപിക്കപ്പെടുമ്പോൾ അവിടെ യഹൂദന്മാരും ജാതികളും ഇടകലർന്ന സഭകളുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പലരും ഓർത്തഡോക്സ്, മർത്തോമ, യാക്കോബായ, കാത്തലിക് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വന്നവരുണ്ട്. ഞാൻ പലപ്പോഴും പെന്തക്കോസുകാരിൽ തന്നെ കണ്ടിട്ടുള്ള ഒരു വളരെ മോശമായ ഒരു മനോഭാവമുണ്ട്. രക്ഷിക്കപ്പെട്ട അന്യജാതിയിൽ നിന്ന് കടന്നു വരുന്ന വ്യക്തികളെ അവർ അല്പം ഡീഗ്രേഡ് ചെയ്താണ് കാണുന്നത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഓർക്കണം, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് നമ്മൾ ഒരേ ആത്മാവിനെയാണ് പ്രാപിച്ചിരിക്കുന്നത്, അല്ലേ? ക്രിസ്തു മുഖാന്തരമാണ് നമുക്ക് എന്തോ പറയാനുള്ളത്? നമ്മുടെ കുറേ തലമുറകൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അഭിപ്രായപ്പെടാനുണ്ടോ? നമ്മൾ അബ്രഹാമിൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ടവരല്ല, ആണോ? നമ്മൾ യഹൂദൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ടവരല്ല. നമുക്കാകെ ലഭിച്ചത് ക്രിസ്തുവിൻ്റെ തെരഞ്ഞെടുപ്പ് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ തെരഞ്ഞെടുപ്പിൽ വീഴ്ത്തപ്പെട്ട നാം ഓരോരുത്തരും അഭിമാനിക്കുവാൻ എന്തെങ്കിലും വകയുണ്ടെങ്കിൽ അത് ആ കാൽവറി ക്രൂശ് മാത്രമാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ അന്നത്തെ കാലത്ത് ജാതികളും യഹൂദന്മാരും ഇടകലർന്ന് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അവിടെ ആദ്യമായി പൗലോസിൻ്റെ മിഷണറി യാത്രയിൽ താൻ കടന്നുപോയ ഗലാത്യ സഭകൾ, അവിടെ ഏകദേശം 4 സഭകൾ പൗലോസ് സ്ഥാപിച്ചതായിട്ട് നമുക്ക് ചരിത്രം കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പൗലോസ് അവിടെ കടന്ന് ചെന്ന് ഈ സഭകളൊക്കെ സ്ഥാപിച്ച് തൻ്റെ മിഷണറി യാത്ര കഴിഞ്ഞ്, 1ാം മിഷണറി യാത്ര കഴിഞ്ഞ് തിരിച്ച് അന്ത്യോക്യയിലേക്ക് കടന്നു വരുമ്പോൾ താൻ കേട്ട ചില കാര്യങ്ങൾ തന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു. ശ്രദ്ധിക്കണം. അപ്പോൾ പൗലോസ് ഇവിടെ വന്ന് ഈ അന്ത്യോക്യയിലേക്ക് കടന്നു വന്ന് താൻ ഒരു കത്തെഴുതി ഗലാത്യ സഭകൾക്ക് കൊടുത്തു വിടുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് നമ്മൾ സഭകളിലായിരിക്കുമ്പോൾ മിക്കവാറും സഭകളിൽ ഈ പാസ്റ്റേഴ്സിന് ഏറ്റവും പ്രിയപ്പെട്ട ചിലർ കാണും. അവർ പലപ്പോഴും പോയി ന്യൂസ് പിടിച്ച് പാസ്റ്റേഴ്സിന് കൊണ്ട് കൊടുക്കും.
ആമേൻ. ഇത് പൊളിറ്റിക്സിൻ്റെ ഒരു ഭാഗമാട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഈ പാസ്റ്റേഴ്സ് ചിലരെ അപ്പോയിൻ്റ് ചെയ്ത് വെച്ചിരിക്കും. നിങ്ങൾ ഇന്ന ആൾക്കാരുമായിട്ടൊന്ന് കണക്റ്റഡ് ആയിട്ട് നിൽക്കണം, അവൻ്റെ ഹൃദയം ഒന്ന് അറിയണം, അവൻ്റെ മനസ്സൊന്ന് അറിയണം. അതുകൊണ്ട് അന്നേരം എന്ന് പറഞ്ഞതുപോലെ പൗലോസിനെ സ്നേഹിച്ച ചില വ്യക്തികളുണ്ടായിരുന്നു. അങ്ങനെ സ്നേഹിച്ച വ്യക്തികൾ പൗലോസിൻ്റെ അടുക്കൽ, ഞാൻ പറഞ്ഞല്ലോ ഇത് തുറമുഖ പട്ടണമായി, ഇവർ ബിസിനസ്സിന് വേണ്ടി പല സ്ഥലങ്ങളിലും കടന്നു പോകുന്നവരുണ്ട്. അങ്ങനെ ഗലാത്യ സഭകളിൽ ഉണ്ടായ ഒരു പ്രതികൂലമായ അവസ്ഥയെ പൗലോസിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് പറഞ്ഞ ചില വിശ്വസ്തരുണ്ട്. അങ്ങനെ പറഞ്ഞവരിൽ നിന്നും അറിഞ്ഞു കേട്ട ആ വാക്കുകൾ പൗലോസിനെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു. ഞാനിത് പറയുമ്പോൾ തന്നെ പറയാം, ഒരു സഭ നടത്തുന്ന പാസ്റ്ററുടെ ഹൃദയം അതെല്ലാവർക്കും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു സഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാസ്റ്ററുടെ ഹൃദയത്തിനകത്തെ ഒരു സ്വപ്നമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ഹൃദയപ്രകാരം വിളിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മാർത്ഥമായിട്ടും ദൈവത്തിൻ്റെ സഭയിൽ കർത്താവിന് വേണ്ടി നിൽക്കാൻ പറ്റത്തുള്ളൂ. അവിടെ നമുക്ക് പ്രതിഫലേച്ഛയില്ല, അവിടെ നമ്മുടെ ലാഭേച്ഛകളില്ല. നമ്മുടെ ജീവിതത്തിന് ആകെ ഒന്ന് മാത്രമേ ഉള്ളൂ, ക്രിസ്തുവിന് വേണ്ടി ചെലവാകപ്പെടുക. ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള ദൈവദാസന്മാരെ കർത്താവ് അനുഗ്രഹിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസ് ഇത് കേട്ട് കഴിഞ്ഞത് എന്തുവാ കേട്ടതെന്നറിയാമോ? അവിടെ ചില ആൾക്കാർ വന്ന് താൻ പറഞ്ഞ സുവിശേഷത്തെ വളച്ചൊടിച്ച് വേറൊരു ഗോസ്പൽ പറയുകയാണ്, മറ്റൊരു സുവിശേഷം. അബേൻ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, മറ്റൊരു സുവിശേഷം. നമ്മൾ ബൈബിൾ സ്റ്റഡികൾ പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥമായിട്ടും നമ്മുടെ അകത്ത് ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ പതിയപ്പെട്ടില്ലെങ്കിൽ നമ്മളും പലപ്പോഴും ഡിസീവ് ചെയ്യപ്പെടും. നമ്മൾ പലപ്പോഴും തെറ്റിപ്പോകും. കാരണം എന്തുവാ അവർ പഠിപ്പിക്കുന്നത്, ഏത് ആത്മാവിലാണ് അവർ പഠിപ്പിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ഒരു ദിവസം ഒരു ചർച്ചിലേക്ക് അവർ ക്ഷണിച്ചു ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. ഞാൻ ഓർക്കുന്നില്ല ഏത് സഭയാണ്, സാക്സിയിലുള്ളൊരു സഭയാണ്. ഞങ്ങൾ വേറെ ഒരു ചർച്ചിലൊന്നും ആക്റ്റീവായിട്ട് നിൽക്കാത്തൊരു സമയത്ത് താൻ ആ ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പിലേക്ക് കടന്നുപോയി. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് കൾട്ട് ടീച്ചിങ് ആയിരുന്നു എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പലരെയും സഭയിൽ കൊണ്ടുവന്നിട്ട് അവരെ യഥാർത്ഥമായിട്ടുള്ള ദൈവവചനം പഠിപ്പിച്ചില്ലെന്നുള്ള പ്രശ്നം, അവർക്ക് ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകത്തില്ല. ഇന്നത്തെ സഭകളിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം, അനേക പ്രവാചകന്മാർ എഴുന്നേറ്റ് വരുന്നൊരു സമയമായത് അല്ലേ. പ്രവാചകന്മാർ വിളിച്ചു പറയുന്ന കാര്യങ്ങളെല്ലാം നിൻ്റെ രോഗസൗഖ്യം, നിൻ്റെ കുടുംബത്തിൻ്റെ വിടുതൽ, നിൻ്റെ തലമുറകളുടെ വിടുതൽ, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് ജനത്തെ മെറ്റീരിയലൈസ്ഡ് ആയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, പ്രബോധിപ്പിക്കുന്നത്. എന്നാൽ പൗലോസിൻ്റെ ജീവിതത്തിനകത്ത് പൗലോസിന് ഉണ്ടായിരുന്നതെല്ലാം കളഞ്ഞിട്ടാണ് പൗലോസ് എന്ത് ചെയ്തത്? നമ്മൾ അറിയുന്ന സുവിശേഷം, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിനകത്ത് അറിയപ്പെടേണ്ട സുവിശേഷം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി എങ്ങനെ നമ്മളെ ഒഴിച്ചു കൊടുക്കാമെന്നുള്ളതാണ്. ആമേൻ. നമ്മൾ ക്രിസ്തുവിൽ വന്നത് നമ്മളൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയല്ല, നമ്മൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടി പോലും അല്ല നമ്മൾ ക്രിസ്തുവിലേക്ക് വന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഏതെങ്കിലും സുവിശേഷകർ പറയുക നിങ്ങൾ സ്നാനപ്പെട്ടോ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും പൗലോസോ പത്രോസോ ഒന്നും പ്രസംഗിച്ച യഥാർത്ഥ സുവിശേഷമല്ല. നമ്മൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടി അല്ല യേശുവിനെ കണ്ടത്. പാപികളായിരുന്നു നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട് ഒരുവൻ അവൻ്റെ സ്നേഹത്തെ ക്രൂശിൽ പ്രദർശിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് അവനോട് ചേർന്നതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ലോകത്തിൽ തന്നെ ജീവിക്കുമ്പോൾ ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് അർത്ഥമില്ല. അപ്പോൾ യഥാർത്ഥമായും ക്രിസ്തീയ ജീവിതം അർത്ഥമാക്കുന്നത് എന്തുവാ? നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിസ്തുവിലുള്ള അഭേദ്യ ബന്ധം മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്ക് ബുദ്ധിമുട്ടുകൾ കാണാം, പ്രയാസങ്ങൾ കാണാം, നമുക്ക് ആവശ്യങ്ങൾ കാണാം, നമ്മുടെ തലമുറകളെക്കുറിച്ചുള്ള ഭാരങ്ങൾ കാണാം, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിനൊക്കെ അപ്പുറത്ത് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെയാണ് നമ്മളൊന്ന് ഘോഷിക്കേണ്ടത്. കാരണം നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിനകത്തൊരു വിടുതലില്ലെന്ന് പറഞ്ഞ് കർത്താവിനെ വിട്ടിട്ട് പോകാൻ പറ്റുമോ? കാരണം പത്രോസ് പറയുന്നു, കർത്താവ് നിത്യജീവൻ്റെ മൊഴികൾ എന്തോ ഉണ്ട്, നിൻ്റെ പക്കലുണ്ട് അല്ലേ. ഇതിലെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ നമുക്ക് കാണാം, പത്രോസ് എന്ത് ചെയ്തു? അന്ത്യോക്യ വിസിറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, ആദ്യത്തെ ക്രിസ്ത്യൻ ഹബ്ബായിട്ട്, അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന യാത്രകളിൽ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിട്ട് അന്ത്യോക്യ മാറി. നോക്കണം, പൗലോസ്, പത്രോസ് ഇവരെല്ലാം കർത്താവിൻ്റെ വേല ചെയ്തപ്പോൾ ഒരു നിമിഷം കൊണ്ട് ജനത്തിൻ്റെ ഹൃദയത്തിനകത്ത് ദൈവിക ആ ഒരു സാന്നിധ്യം വെളിപ്പെടുകയാണ്. അവരെല്ലാം മാനസാന്തരപ്പെടുകയാണ്. അന്ന് യോഹന്നാൻ വിളിച്ചു പറഞ്ഞതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഉണ്ടാവുകയല്ലേ. അപ്പോൾ അങ്ങനെ യഹൂദ മതത്തിലുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ മുമ്പോട്ട് കടന്നു വരികയാണ്. അടുത്ത സ്ലൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഒന്ന്, AD 46-48 പൗലോസിൻ്റെ ഫസ്റ്റ് മിഷണറി യാത്ര എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. 2, പീറ്റർ വിസിറ്റ് ദ ചർച്ച് ഇൻ അന്ത്യോക്ക് എന്ന് ഞാൻ പറഞ്ഞു.
മൂന്നാമത്തെ കാര്യം, ജൂവിഷ് വിസിറ്റേഴ്സ് ഫ്രം ജെറുസലേം. ജെറുസലേമിൽ നിന്നും യഹൂദ സന്ദർശകർ ഈ സഭകളിലേക്ക് കടന്നു വന്നു. നോക്കണം, ഇവർ കടന്നു വന്നപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസിന് ലഭിച്ചത് ഒരു മോശപ്പെട്ട ഒരു ന്യൂസാണ്. കാരണം പൗലോസിൻ്റെ ഹൃദയത്തിനകത്തുള്ള കർത്താവിൻ്റെ ആ ദർശനം ഈ ജനത്തോട് പകർന്നു കൊടുത്തതിന് ശേഷം അവർ വീണ്ടും തെറ്റിപ്പോവുകയാണ് സുവിശേഷത്തിനകത്ത്. ഞങ്ങൾ പണ്ട് ഓർത്തഡോക്സിലായിരുന്നപ്പോൾ ഇങ്ങനെ പാടുന്നൊരു പാട്ടുണ്ട്, പൗലോസ്ലീഹാ ധന്യൻ ചൊൽ കേട്ടേ നിദേവം, നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴിച്ചിങ്ങൊരുവൻ വന്നറിയിച്ചാൽ വാനവരെങ്കിലും ആ ദൂതൻ താനേൽക്കും സഭയിൽ ശാപം. പലതരം ഉപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു, ദൈവത്തിനുപദേശം തൊട്ടവസാനിപ്പിപ്പോർ ധന്യൻ. ഈ പാട്ടുകളൊക്കെ ഞങ്ങൾ പാടുമ്പോൾ, ഞങ്ങൾ ഓർത്തഡോക്സ് സഭയിലായിരുന്ന സമയത്ത് വളരെ ആഴമായിട്ടുള്ള ഈ വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ ഞങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുക, ഞങ്ങൾ പറഞ്ഞൊരു സുവിശേഷത്തിനപ്പുറത്ത് ഒരു ദൂതനാകട്ടെ, ഒരു മനുഷ്യനാകട്ടെ വന്ന് നിങ്ങളോട് അറിയിച്ചു കഴിഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാ. കാരണം ക്രിസ്തുവിനെ അവൻ്റെ ഹൃദയത്തിനകത്ത് വെച്ചുകൊണ്ടാണ് പൗലോസ് ഇത് പറയുന്നത്, അല്ലേ? കാരണം അങ്ങനെ ക്രിസ്തുവിനെ ആഴമായിട്ടറിഞ്ഞൊരു വ്യക്തിക്ക് മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് AD 48-49 ആദ്യമായിട്ട് പൗലോസ് ഈ കത്ത് ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ഈ സംഭവത്തിന് ശേഷം AD 49-50 കാലഘട്ടത്തിൽ യെരുശലേം കൗൺസിൽ, അതിനെക്കുറിച്ച് നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിനകത്ത് നമുക്ക് പഠിക്കാൻ പറ്റും. യെരുശലേം കൗൺസിൽ കൂടുകയാണ്. യെരുശലേമിൽ എന്ത് ചെയ്യുക? ഒരു കൗൺസിൽ കൂടുകയാണ്. കാരണം അവിടെ അപ്പോസ്തലന്മാരുണ്ട്, കർത്താവിൻ്റെ അപ്പോസ്തലന്മാരെല്ലാം കടന്നു വന്ന് അവർ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ നോക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ നമ്മൾ കണ്ടതിന് ശേഷം, അവിടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടന്നതിന് ശേഷം സഭ നേരിടുന്ന അനേക പ്രശ്നങ്ങളുണ്ട് സഭയ്ക്കകത്ത് തന്നെ. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി പിന്നെ വായിച്ചു വരുമ്പോൾ പറയാം, യഹൂദന്മാരും യവനന്മാരും തമ്മിൽ പ്രശ്നമുണ്ടായി. മേശമേൽ ശുശ്രൂഷിക്കുമ്പോൾ അവരെ വിധവമാരെ ഉപേക്ഷയായിട്ട് വിചാരിച്ചുകൊണ്ട് ആ ജനം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായപ്പോൾ അവിടെ ചിലരെ തിരഞ്ഞെടുത്തു, അല്ലേ? ആത്മാവും സത്യവും നിറഞ്ഞ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്തു. അതിലുള്ള ഒരാളായിരുന്നു സ്റ്റീഫൻ, അല്ലേ? അപ്പം ഈ അന്നത്തെ കാലത്ത് ഈ ഒരു പ്രശ്നം കടന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ജൂവിഷ് വിസിറ്റേഴ്സ്, യഹൂദ സന്ദർശകർ ജെറുസലേമിൽ നിന്നും കടന്നു വന്നു. എവിടെയൊക്കെ കടന്നു വന്നു? ഹല്ലേലൂയ. അവർ കടന്ന് ഗലാത്യ സഭകളിലും വന്നു. അവിടെ വന്നിട്ട് നോക്കുമ്പോൾ ഇവർ കാണുന്ന കാഴ്ച, ഇവരെല്ലാം യഹൂദനും ജാതികളുമെല്ലാം ഒരുമിച്ചിരിക്കുകയാണ്. ഇനി ഒന്നുകൂടെ ഒരു ചരിത്ര പശ്ചാത്തലത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് ഞാൻ ഇറങ്ങുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ആ കാലത്ത് ഒരു ജൂവിഷ് കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടായിരുന്നു. ഈ റോമ ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് പല ഏരിയകളിൽ ജൂവിഷ് അല്ലെങ്കിൽ യഹൂദന്മാരുടെ വലിയൊരു കൂട്ടം അവിടെ ഉണ്ടായിരുന്നു, അല്ലേ? അവിടെ 2 കൂട്ടം ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്, ജാതികളായ 2 കൂട്ടം ആൾക്കാരെ. ഒന്ന് യഹൂദന്മാരും 2 പേഗൻസും. അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാ. ഒരു കൂട്ടർ ദൈവത്തെ, സത്യദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുമ്പോൾ വേറൊരു കൂട്ടർ എന്ത് ചെയ്യുന്നു? അവർ കാളകളെയും അല്ലെങ്കിൽ മൃഗങ്ങളുടെ രൂപങ്ങളും ഒക്കെ വെച്ച് ആരാധിക്കുന്നു. ഈ കാലഘട്ടത്തിലൊരു പ്രത്യേകതയുണ്ട്. അന്നത്തെ കാലത്തെ ചക്രവർത്തിമാർ ഇത് കണ്ടപ്പോൾ അവരുടെ ചിത്രങ്ങളും അവരുടെ പ്രതിമകളും കൊണ്ടുവന്ന് ജനത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അവരെയും കൂടെ ആരാധിക്കുവാൻ ഈ പേഗൻ മതത്തുള്ള ആൾക്കാരെ നിർബന്ധിക്കുവാനിടയായി തീർന്നു. നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ അറിയാം, ദാനിയേലിനോട് രാജാവിൻ്റെ ബിംബത്തെ നമസ്കരിക്കാൻ പറയുന്നുണ്ടല്ലേ? അങ്ങനെ ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. ഈ ഒരു ചരിത്ര പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇതൊരു ഹിസ്റ്ററിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ഈ 2 കൂട്ടരും നിൽക്കുമ്പോൾ ഇവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ചില ഒഴികഴിവുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, യഹൂദന്മാരെപ്പോഴും അവരുടെ ജീവനുള്ള ദൈവത്തിന് വേണ്ടി നിൽക്കാനും അവർ ജീവൻ കൊടുക്കാനും തയ്യാറായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ കാലത്തെ ഗവൺമെൻറ് ഈ ചില നമ്മുടെ ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, ഈ താഴ്ന്ന ജാതിക്കാർക്ക് പ്രത്യേക കിഴിവുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു പറഞ്ഞതുപോലെ അവരെ ഗവൺമെൻറ് പ്രത്യേകം എന്ത് ചെയ്യും?
ശ്രദ്ധിക്കും എന്ന് പറഞ്ഞതുപോലെ അന്നത്തെ കാലത്തെ ഈ യഹൂദന്മാർക്ക് ഗവൺമെൻറ് ചില ഇളവുകൾ കൊടുത്തു. കാരണം അവർ വിഗ്രഹങ്ങളെ ആരാധിക്കത്തില്ല, അവർ അതിനുവേണ്ടി അവരുടെ ജീവനെ വെച്ചു കൊടുക്കുമെന്ന് മനസ്സിലായപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തു? അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ദൈവത്തെ ആരാധിക്കാൻ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കാനുള്ളൊരു അവസരം കൊടുക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള കൂട്ടർക്ക്, പേഗൻ മതത്തിലുള്ള ആൾക്കാർക്ക് വിഗ്രഹങ്ങളെ ആരാധിക്കുവാനും അതോടൊപ്പം രാജാവിൻ്റെ വിഗ്രഹങ്ങളെ വണങ്ങുവാനുമുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. എന്നാൽ ഇതിൻ്റെ ഇടയിലാണ് പൗലോസിൻ്റെ സുവിശേഷം അവിടെ കടന്നു വന്നപ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തരായിട്ടൊരു ഗ്രൂപ്പ് ആൾക്കാർ വേർതിരിഞ്ഞു. ആമേൻ. എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്? അവരുടെ പേരാണ്, ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ദ ന്യൂ ജീസസ് കമ്മ്യൂണിറ്റി. ഇതിനകത്ത് യഹൂദന്മാരുമുണ്ട്, പേഗൻ ആൾക്കാരുമുണ്ട്, ജാതികളുമുണ്ട്, ദൈവജനവുമുണ്ട്. അങ്ങനെയുള്ള ഈ ജനത്തിൻ്റെ നടുവിൽ യഹൂദന്മാരായിട്ടുള്ള ആൾക്കാർ ഉള്ള ഒരു പ്രത്യേക ആ ഒരു ഗവൺമെൻറ്റിൽ നിന്നുള്ള അനുവദനീയമായിട്ടുള്ള കാര്യങ്ങൾ ഇവർക്കും കൂടെ ലഭിക്കണമെന്ന് ഇവർ പറയുകയാണ്. കാരണം അവരും ഇപ്പം വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ല. ഇപ്പം നമ്മൾ SC/ST എന്നൊക്കെ പറഞ്ഞ നാട്ടിൽ നമുക്കറിയാം, പ്രത്യേകിച്ച് ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് കോളം സ്കൂളിലൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ അവരോട് കുഞ്ഞുങ്ങളോടൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ അപ്പനും അമ്മയും എഴുതി കൊടുക്കണം അതിനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ എന്ന്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ കമ്മ്യൂണിറ്റിക്കകത്തൊരു പ്രശ്നമുണ്ടായി. കാരണം ഇവർക്കും ഗവൺമെൻറ്റിൽ നിന്ന് ഒഴികഴിവ് വേണം. എന്ന് വെച്ചാൽ അവർക്കും ജീവനുള്ള ദൈവത്തെ, യേശുവിനെ ആരാധിക്കണം. അല്ലെങ്കിൽ പഴയ നിയമത്തിലെ യഹൂദന്മാരുടെ കർത്താവ് യഹോവയായ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ തന്നെ ഇവരെന്ത് ചെയ്യണം? ഇവർക്കും ആ ഒരു വിഗ്രഹങ്ങളെ ആരാധിക്കണം എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ ഇവിടെ വലിയ പ്രശ്നമായി. കാരണം യഹൂദന്മാർ തന്നെ ചിലർ വന്നിട്ട് ഇവരോട് പറഞ്ഞു, ഇവർ പേഗൻ മതത്തിലുള്ള ആൾക്കാർ ഇവിടെ കടന്നു വന്നപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ അബ്രഹാമിൻ്റെ തലമുറയിൽപ്പെട്ടവരാണോ? ആണോ? നിങ്ങൾ പരിച്ഛേദനയേറ്റവരാണോ? നിങ്ങൾ ന്യായപ്രമാണം അനുസരിക്കുന്നവരാണോ? ഈ ചോദ്യങ്ങളെല്ലാം വന്നപ്പോൾ അവർക്ക് പറയുവാൻ മറുപടികളില്ല. അപ്പോൾ ഒരു സഭയായിട്ട് നിൽക്കുമ്പോൾ തന്നെ 2 മേശയിലാണ് അവരുടെ ആഹാരം വെളിപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. നോക്കണം, ഒരു സഭയ്ക്കകത്ത് തന്നെ ഒരു ദൈവത്തെ ആരാധിക്കുമ്പോൾ തന്നെ അവരെന്ത് ചെയ്തു? 2 മേശ അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു. അപ്പോൾ യഹൂദന്മാർ കഴിക്കുന്ന ആഹാരം വിശുദ്ധമാണെന്ന് അവർ പറയുന്നത്, ദൈവം ശുദ്ധീകരിച്ചെന്ന് അവർ പറയുന്നത്. എന്നാൽ ജാതികൾ കഴിക്കുന്ന ആഹാരം യഹൂദന്മാർക്ക് നിഷിദ്ധമായതുകൊണ്ട് അവർ കൂടെ ഇരുന്ന് ഭക്ഷിക്കുവാൻ പോലും അവരെ അനുവദിച്ചില്ല. നോക്കിക്കേ, സഭയിലെ ആദ്യത്തെ വേർതിരിവ് അവിടെ വരികയാണ്. അപ്പോൾ നമ്മൾ കണ്ട പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവുമൊക്കെ യഹൂദനെന്നില്ല യവനെന്നില്ല എല്ലാവരുടെ മേലും കടന്നു വന്നപ്പോഴും ചില യഹൂദന്മാർ പഠിപ്പിക്കുകയാ, നിങ്ങൾ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അബ്രഹാമിൻ്റെ സന്തതിയായിട്ടിരിക്കാൻ പറ്റത്തില്ല. ഇതാണ് പൗലോസിനെ ചൊടിപ്പിച്ചത്. ഇതുകൊണ്ടാണ് പൗലോസ് ഗലാത്യ സഭകൾക്ക് ലേഖനം എഴുതുന്നത്. ഇത്ര വേഗത്തിൽ നിങ്ങൾ ക്രിസ്തുവിനെ വിട്ട് മറ്റൊരു സുവിശേഷത്തിലേക്ക് ചായുന്നു എന്ന് പൗലോസ് ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അവിടെ പറയുകയാ, അബ്രഹാം നിങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് പറഞ്ഞാലും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ് അവന് നീതിക്കായിട്ട് കണക്കിട്ടത്. അബ്രഹാമിൻ്റെ കാലത്ത് ന്യായപ്രമാണമില്ലായിരുന്നു, ഉണ്ടായിരുന്നോ? ഹലോ, എല്ലാവരും എന്നെ ശ്രദ്ധിക്കണേ. അപ്പം അബ്രഹാമിൻ്റെ കാലത്ത് ന്യായപ്രമാണമില്ലായിരുന്നു. മോശയുടെ കാലത്ത് എന്ത് വന്നത്? ന്യായപ്രമാണം വന്നത്. അപ്പോൾ അബ്രഹാമിൻ്റെ കാലത്ത് ന്യായപ്രമാണമില്ലാതിരുന്നിട്ട് അബ്രഹാമിന് ദൈവം നീതിയായിട്ട് കണക്കിട്ടത് എന്തുവാ? അവൻ്റെ ദൈവത്തിലുള്ള വിശ്വാസമാണ്. അപ്പോൾ പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാ, അബ്രഹാമിൻ്റെ തലമുറയായിട്ട് നിങ്ങൾ നിൽക്കുമ്പോഴും അബ്രഹാം ന്യായപ്രമാണത്തിലല്ല ദൈവത്തിൽ വിശ്വസിച്ചത്, അവൻ ദൈവത്തിൽ വിശ്വസിച്ചത് എങ്ങനെയാ? വിശ്വാസത്താലാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ റോമാലേഖനവും ഗലാത്യ ലേഖനവും 2 ലേഖനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ പ്രമാണങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. നമുക്കവിടെ രക്ഷയെന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തികളാലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ സാധ്യമാകൂ എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അല്ലേ? ആമേൻ. അപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസമാണ് അവനെ ക്രിസ്തുവിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് അവൻ്റെ ഒരു തലമുറയെ അടുപ്പിച്ചത്.
ഞാൻ പറഞ്ഞു, മോശയ്ക്ക് ദൈവം കൽപ്പനകൾ കൊടുക്കുമ്പോൾ അതിനുശേഷം വീണ്ടും 613 കൽപ്പനകൾ കൂടെ ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്നു. അതിൽ പലരും അധികമായിട്ട് എഴുതി ഉണ്ടാക്കിയതാ. ഒരു മനുഷ്യന് പ്രവർത്തിക്കുവാൻ പറ്റാത്ത, ആചരിക്കുവാൻ പറ്റാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ എഴുതി ചേർത്തു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് വ്യഭിചാര കൂട്ടത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞ് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത്. യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ ഹല്ലേലൂയ അവർ ന്യായപ്രമാണപ്രകാരം അവളെ വിധിക്കുന്നത്. നോക്ക്, ഇന്നത്തെ കാലത്തും ഈ സഭകളിലേക്ക് നുഴഞ്ഞു വന്ന ദുരുപദേശങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും മനുഷ്യർ സ്വയമേ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമുക്കെല്ലാത്തിൻ്റെ അടിസ്ഥാനം വചനമാണ്. നമുക്ക് ആകെപ്പാടെ വെളിപ്പെട്ട് കിട്ടിയേക്കുന്ന എന്തുവാ? എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ അതിലൊക്കെയും അറിയത്തില്ല വാക്യം തികഞ്ഞു വരണം, അല്ലേ? സൽഗുണപൂർത്തിയിലേക്ക് അവൻ കടന്നു വരണം. അങ്ങനെയുള്ള ഒരു വചനമാണ് നമുക്ക് നൽകുന്നത്. എല്ലാ തിരുവെഴുത്തും എന്താ? ദൈവത്തിൻ്റെ ശ്വാസമുള്ളതാണ്. അപ്പോൾ ഈ വചനം അനേകരും പറയുന്നുണ്ട്, ഈ ബൈബിളൊക്കെ ചുമ്മാ ആൾക്കാർ എഴുതി എടുത്ത് കളയാനൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യൂട്യൂബിലകത്തൊക്കെ പല ദൈവാസന്മാരും ഇങ്ങനെ വന്ന് പറയുന്ന ഉടനെ ബൈബിളിനെ ഒരു വില കുറച്ചൊരു കാര്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ ഈ ബൈബിളാണ് അനേകരുടെ ജീവിതത്തിനകത്തും ദൈവത്തിൻ്റെ വിടുതൽ കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ആത്മീക മർമ്മങ്ങളാണ് ക്രിസ്തു എന്ന മർമ്മത്തെ നമുക്ക് വെളിപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ഈ 3 കമ്മ്യൂണിറ്റികൾ അവിടെ ഡെവലപ്പായി. ഈ ഒരു സാഹചര്യത്തിലാണ് പൗലോസ് അന്ത്യോക്യയിൽ വന്നിട്ട് കത്തുകൾ എഴുതി ഗലാത്യ സഭകൾക്ക് കൊടുത്തുവിടുന്നത്. എന്തുവാ കൊടുത്തുവിടുന്നത്? ഞാൻ പ്രസംഗിച്ച ക്രിസ്തുവിനെ അല്ലാതെ നിങ്ങളിപ്പോൾ ഒരു പുതിയ സുവിശേഷത്തിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ഇവർ വന്ന് പറയുന്നത് എന്തുവാ? യാക്കോബിൻ്റെ അടുത്തു നിന്നാണ് ഞങ്ങൾ കടന്നു വന്നിട്ടാണ് ഇവർ പറയുന്നത്, അല്ലേ? ഈ യഹൂദന്മാർ എന്തോ പറയുന്നത്? പൗലോസ് ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു അപ്പോസ്തലനല്ലെന്നാണ് അവർ പറയുന്നത്. അവരൊരു സെക്കൻഡ് ഹാൻഡാണെന്നാണ് പറയുന്നത്. കാരണം ക്രിസ്തുവിനോട് ചേർന്ന് കിടന്ന പത്രോസും യോഹന്നാനും യാക്കോബും അങ്ങനെയുള്ളവർ മാത്രമായിട്ട് അപ്പോസ്തലന്മാരായിട്ട് ആര് കണ്ടത്? യഹൂദന്മാർ കണ്ടത്. എന്നാൽ പൗലോസിനെ കുറിച്ച് ഒരു ഡീഗ്രേഡ് ചെയ്ത് ഒരു തരം താഴ്ന്നവനായിട്ട് കാണുന്നതായിട്ട് അവന് ദൈവത്തിൻ്റെ വചനത്തെ വളച്ചൊടിക്കുന്നതായിട്ട് കാണിക്കുന്നു. അത് നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അതിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ച് നമുക്ക് നിർത്താം. മനുഷ്യരിൽ നിന്നല്ല. അപ്പോൾ പൗലോസ് പറയുക, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും. ആമേൻ. പൗലോസിനൊരു പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ഒരു മനുഷ്യന്റെ കൈവപ്പോടെ കിട്ടിയ ഒരു ശുശ്രൂഷയല്ലിത്. സ്വർഗത്തിലെ ദൈവം നേരിട്ട് വന്ന് തന്നെ വിളിച്ച് തൻ്റെ ശുശ്രൂഷകളെ തൻ്റെ ജനത്തിനു വേണ്ടി ഭരമേൽപ്പിച്ചിരിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നിങ്ങളുടെ മേൽ വീഴ്ത്തപ്പെട്ട അഭിഷേകം ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് വീഴ്ത്തപ്പെട്ടതാ. ആ കാൽവറി ക്രൂശിൽ നിന്ന് വീഴ്ത്തപ്പെട്ടതാ. ഇവിടുത്തെ ഒരു ഡിനോമിനേഷനും അല്ല നിങ്ങളെ അധികാരം ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പേരിന് വേണ്ടി, പൊസിഷന് വേണ്ടി നമുക്ക് പല ഡിഗ്രികളും ഡോക്ടറേറ്റുകളും നമുക്ക് എടുക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിനകത്ത് യഥാർത്ഥമായി ക്രിസ്തുവിനെ നാം അനുകരിക്കണമെങ്കിൽ, അവനെ അനുഗമിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് അവൻ്റെ പുത്രൻ്റെ രക്തം നമ്മെ വിലയ്ക്ക് വാങ്ങിയെങ്കിലേ പറ്റത്തുള്ളൂ. അതാ നമ്മുടെ ദർശനത്തെ മാറ്റുന്നത്. അതാ സഭകൾ വളർച്ചയ്ക്ക് കാരണമാകുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അവൾ ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക് പോകും. അവർ മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കും. ജീവനുള്ള ഒരു ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ ഇടയായിത്തീരും. അവിടെ നമ്മൾ പ്രതിഫലേച്ഛ നോക്കിയല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടെ നമ്മൾ കർത്താവ് നമ്മെ സ്നേഹിച്ച സ്നേഹത്തെ ഓർത്താ അവൻ്റെ വേല ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ. ഹല്ലേലൂയ. നമ്മെ വിളിച്ചവൻ ആരാ? നമുക്ക് ഓർഡിനേഷൻ തന്നതാരാ? നമ്മെ തെരഞ്ഞെടുത്തതാരാ? ഹല്ലേലൂയ. വചനം പറയുന്നു, നമ്മൾ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ നമ്മെ കണ്ടവനാ. ലോകസ്ഥാപനത്തിന് മുമ്പേ നാം അവനിൽ ഉണ്ടായിരുന്നല്ലേ? ആ കാൽവറി ക്രൂശിൽ യേശു കർത്താവ് കിടക്കുമ്പോൾ ഞാനും നിങ്ങളും അവനിൽ ഉണ്ടായിരുന്നു. സ്തോത്രം. അങ്ങനെയുള്ളൊരു ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, അവിടുത്തെ മഹത്വം ഞങ്ങളുടെ നടുവിൽ ഒരിക്കൽ കൂടെ കാണണം. ഞങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആത്മാവിൻ്റെ പ്രവൃത്തിയിലും ആത്മാവിൻ്റെ സത്യത്തിലും ഒക്കെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം കർത്താവേ. ഒരു പൗലോസിനെ പോലെ സഭയെക്കുറിച്ചൊരു എരിവുണ്ടാകുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. അവൻ ആദ്യം യഹൂദാ മതത്തിൻ്റെ മര്യാദകൾ പ്രകാരം എരിവുള്ളവനായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ അഭിഷേകം അവൻ്റെ മേൽ വീഴ്ത്തപ്പെട്ടപ്പോൾ, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അവൻ്റെ മേൽ വീഴ്ത്തപ്പെട്ടപ്പോൾ വീണ്ടും അവൻ ക്രിസ്തുവിന് വേണ്ടി എരിവുള്ളവനായി തീർന്നു. നമ്മുടെ അകത്ത് പകരപ്പെടുന്ന ദൈവിക ദൗത്യവും ദൈവിക
ദർശനങ്ങളുമാണ് ഇതിനെല്ലാം കാരണം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരിക്കൽ കൂടെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നടുവിലുണ്ടായിരുന്ന കൃപയ്ക്കായി സ്തോത്രം. വീണ്ടും അവിടുത്തെ വചനം പഠിക്കുവാനുള്ള ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.